നമസ്കാരം. കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊടും ക്രൂരമായ ആ അതിക്രമം നടന്നത്. കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനി പിന്നാലെ അറസ്റ്റിലാവുകയും ചെയ്തു. നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കിട്ടിയതാണ് എന്നായിരുന്നു സുനിയുടെ വെളിപ്പെടുത്തൽ. പിന്നാലെയായിരുന്നു ഗൂഢാലോചന കേസിലെ നടൻ ദിലീപും അറസ്റ്റിലായത്. തൃശൂർ മുതൽ എറണാകുളം വരെ ഏകദേശം 2 മണിക്കൂറോളമാണ് സുനിയും സംഘവും നടിയെ ഉപദ്രവിച്ചത്. ഇപ്പോഴത്തെ കേസിൽ വിധി വരാൻ ഇനി വെറും 2 നാൾ മാത്രം ബാക്കി നിൽക്കെ അന്ന് രാത്രി നടന്നതിനെക്കുറിച്ച് നടി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ഭാഗ്യലക്ഷ്മിയുടെ ഒരു വീഡിയോ ആണ് ചർച്ചയായി മാറുന്നത്. ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ആദ്യം 2 പേർ കാറിൽ കയറി നടിയുടെ കൈ മുറുകെ പിടിച്ചു. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്കെതിരെ ഒന്നുമില്ല, ഡ്രൈവർക്കെതിരെയാണെന്ന് പറഞ്ഞു. ആദ്യം അവൾ ഭയന്നെങ്കിലും അവർ ഇങ്ങനെ പറഞ്ഞതോടെ തണുത്തു. അപ്പോഴേക്കും വണ്ടി നീങ്ങി തുടങ്ങിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാഹനത്തിൽ സുനി കയറി. സുനിയെ അവൾക്ക് അറിയാമായിരുന്നു. എങ്ങനെയാണെന്ന് ഇയാളെ പരിചയം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗോവയിൽ ഏതോ പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് 1 മാസം ഇയാളായിരുന്നു ആ പ്രൊഡക്ഷൻ്റെ ഡ്രൈവറെന്ന്. അന്നൊന്നും ഇങ്ങനെ ഒരു ക്രിമിനൽ ആണെന്നൊന്നും തോന്നിയിട്ടില്ല എന്നും പറഞ്ഞു. പെട്ടെന്ന് പരിചയമുള്ള ഒരാളെ കണ്ടതിൻ്റെ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരെ കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നിരിക്കുകയാണെന്ന്. നിങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞത്രേ. എന്നാൽ ആ പൈസ ഞാൻ തരാമെന്നും എന്നെ വെറുതെ വിട്ടുകൂടെ എന്നും ഇവർ ചോദിച്ചു. അവൾ കരയുകയും ഒക്കെ ചെയ്തു. 2 മണിക്കൂർ നമ്മുടെ നഗരമധ്യത്തിൽ കൂടി ആ വാഹനം നടിയേയും കൊണ്ട് സഞ്ചരിച്ചിരിക്കുന്നു. കൂളിംഗ് പേപ്പർ ഒട്ടിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്ന സമയമായിരുന്നല്ലോ. നഗരത്തിലൂടെ വാഹനത്തിൽ പോകുമ്പോൾ മറ്റു വണ്ടികളിൽ ഉള്ളവരൊന്നും കാണുന്നില്ലേ എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഞാനും ഇതേ ചോദ്യം നടിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് പരക്കം പായുന്ന വണ്ടികളാണ്, ഈ വണ്ടി ഒരിടത്ത് നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മറ്റേ വണ്ടിയിൽ പോകുന്ന ഒരാൾക്കും ഇതൊന്നും കാണാൻ സാധിക്കില്ല. മാത്രമല്ല സമയം ഏകദേശം 9:30-10 മണിയായി. ആരും ശ്രദ്ധിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ ഈ വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പെൺകുട്ടി പറഞ്ഞു. ആ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ഇപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ തന്നത് എന്നാണത്രേ ഈ നടിയോട് സുനി പറഞ്ഞത്. എന്നാൽ അവൻ വെറുതെ മനഃപൂർവ്വം തെറ്റായി വഴിതിരിച്ചു വിടാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവളുടെ ചോദ്യം ഇതാണ്: ആര് കൊട്ടേഷൻ കൊടുത്താലും എങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ സാധിക്കുന്നെന്ന്. പണത്തിന് വേണ്ടിയാണെങ്കിൽ ആ പണം ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്നായിരുന്നു നടി പറഞ്ഞതും. അതേസമയം അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുനരന്വേഷണം നടക്കുന്നത്. കേസിൽ ദിലീപിന് പങ്കുണ്ട് എന്നായിരുന്നു ബാലചന്ദ്രകുമാർ അന്ന് ആരോപിച്ചത്. ദിലീപിനെതിരായ നിരവധി തെളിവുകളും അദ്ദേഹം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ബാലചന്ദ്രകുമാറിന്റെ അന്നത്തെ വെളിപ്പെടുത്തലോടെ ചർച്ചയായ മറ്റൊരു കാര്യം കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവന് പങ്കുണ്ടോ എന്നത് തന്നെയായിരുന്നു. കാവ്യയെ പരാമർശിക്കുന്ന തരത്തിലുള്ള ചില ഓഡിയോകളും പിന്നീട് ബാലചന്ദ്രകുമാർ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടതല്ല, മറ്റൊരു പെണ്ണിന് വേണ്ടിയാണെന്ന് ദിലീപ് പറയുന്നതായുള്ള ഓഡിയോകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് കാവ്യയാണെന്നാണ് ചർച്ചകൾ ഉണ്ടായത്. അതേസമയം എന്തുകൊണ്ടാണ് ഈ കേസിൽ കാവ്യയ്ക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. ഇത് ഞാൻ അനുഭവിക്കേണ്ടതല്ല, മറ്റൊരു പെണ്ണാണ് എന്ന് പറയുന്ന പ്രസ്താവന ഞാൻ ചെയ്തതല്ല എന്ന അർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും കാലം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തത് എന്ന് വ്യാഖ്യാനിക്കാനാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതല്ല, അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ അവർക്ക് വേണ്ടിയാണ് മുഴുവൻ അനുഭവിക്കുന്നത്. അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാക്കിയതിനും അതിനൊക്കെ ഞാൻ അനുഭവിക്കുന്നതാണെന്ന് പറയുന്നതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100% കാവ്യമാധവൻ ഇത് അറിയാതിരിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറേ കാലം ഭാര്യയല്ലായിരുന്നു എന്ന് മാത്രമാണ്. അല്ലാത്ത പക്ഷം ദിലീപ് മഞ്ജുവിനേക്കാൾ അധികം സ്നേഹിക്കുകയും മഞ്ജുവിനേക്കാൾ അധികം വിശ്വസിക്കുകയും ചെയ്തതാണ് കാവ്യമാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. നമ്മളെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇതൊരിക്കലും അറിയാതിരിക്കില്ല. അതുകൊണ്ടാണ് ഇതേ ബാലചന്ദ്രകുമാർ തന്നെ പറയുന്നുണ്ട്, പോയ കാര്യം എന്തായി, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് കാവ്യമാധവൻ ചോദിക്കുന്നുണ്ടല്ലോ. ആ വീട്ടിൽ അത് ബാലചന്ദ്രകുമാർ ഒരിക്കലും പറഞ്ഞിരുന്നില്ലല്ലോ. ഇതെല്ലാം കാവ്യമാധവനും ദിലീപും അറിഞ്ഞു തന്നെയാണ്. പൂർണ്ണമായിട്ടും ഇവരെല്ലാം ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ വീട്ടിലുള്ള മറ്റുള്ളവർ അതിനുശേഷം അറിഞ്ഞവരായിരിക്കാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അവർ ഒരുപക്ഷെ ഇത്രയും ഗൂഢാലോചനകളും ഒക്കെ അവർ കാണുന്നത് ചേട്ടൻ ഒരിക്കലും ഇത് ചെയ്യില്ല, ചേട്ടൻ അങ്ങനെ ഒരാളല്ല എന്ന് വിശ്വസിക്കുന്ന കുടുംബക്കാരാണ് ആ വീട്ടിലെല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മുമ്പ് കാമുകനും കാമുകയായിരുന്നു, പിന്നെ ഭാര്യയും ഭർത്താവുമായി. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് കാവ്യ അറിയാതെ ആ വീട്ടിൽ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കാവ്യയ്ക്ക് ഇതറിയാം. പ്രതിക്ക് ദിലീപിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. കാരണം വീട്ടിലുള്ളവർ ഒന്നും അറിയാതെ തന്നെയായിരിക്കും ഇയാൾ ഇത് ചെയ്തത്. പക്ഷേ കാവ്യയ്ക്ക് ഇതറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വല്ല ഷൂട്ടിങ്ങിലോ അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്തോ ഏതോ ഒരു സമയമായിരിക്കാം അപ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതിലും നല്ലത് പിന്നെ ലക്ഷ്യയിൽ കൊണ്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും. അതായിരിക്കാം സേഫ്. സഹോദരനും അളിയനും മറ്റേ സഹോദരിയും പിന്നെ അമ്മയും ആരും അറിയാതിരിക്കാൻ, മകളും ആരും അറിയാതിരിക്കാൻ, രണ്ടുപേരും സേഫായിട്ട് കളിച്ച കളി തന്നെയാണല്ലോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതല്ലേ എന്നും ആയിരുന്നു ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞത്.